ഹലോ, എന്നാണ്ട് വിശേഷം? ഒത്തിരി നാളെ നമ്മൾ തമ്മിൽ കണ്ടിട്ടല്ലേ? അതിന് കാരണമുണ്ട്. കാരണം ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. ഇന്ന് ജൂലൈ 4 അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനമാണ്. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനായിട്ട് നാടും നഗരി ഒരുങ്ങിയൊക്കെയാണ്. പലവിധ ആഘോഷങ്ങളുണ്ട്. അതിനകത്ത് മെയിനായിട്ട് നടക്കുന്നത് പരേഡുകളാണ്. പരേഡുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ വില്ലേജുകളിലും, മിക്കവാറും എല്ലാ വില്ലേജുകളിലും പരേഡുകളൊക്കെ ഉണ്ട്. ബാൻഡും രാഷ്ട്രീയക്കാരും ഡിസ്പ്ലേയും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു അത്തച്ചമ്മയൊക്കെ ഇല്ലേ, അതുപോലെയൊക്കെ ഒരു ടൈപ്പാണ്. പക്ഷേ അതിനേക്കാളൊക്കെ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആണ്. ഞാൻ ആരും താത്തി പറയുമല്ല, ഓർഗനൈസ്ഡ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ തന്നെ കാണും 5-6 ബാൻഡുകളുണ്ട്. ബാൻഡുകൾ എന്നൊക്കെ പറഞ്ഞത് 150 മെമ്പേഴ്സുള്ള ബാൻഡുകളാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. വില്ലേജിലുള്ള ആൾക്കാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് ശേഷം ഫയർ വർക്ക്സ് ഉണ്ട്, പാർട്ടി ഉണ്ട്. അങ്ങനെ ആകെപ്പാടി ഒരു പാർട്ടിയുടെ ദിവസമാണ് ജൂലൈ 4. അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് സ്വാഗതം. അതുപോലെ അമേരിക്കയിലെ റെജിമെൻ്റ് മറ്റൊരു വീഡിയോയിലേക്കും സ്വാഗതം. പരേഡ് സാധാരണ ഉച്ചയ്ക്ക് 12 മണിക്കാണ് തുടങ്ങുന്നത്. പരേഡ് തുടങ്ങാനായിട്ടുള്ള സമയമായി. ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ വെബ്സൈറ്റിലൊക്കെ വരും. ഇതാണ് ഗ്രാൻഡ് വ്യൂ പവലിയൻ വെച്ചേക്കുന്നത്. ഇവിടെ നിന്നാണ് ആൾക്കാർ വാച്ച്. ഇതാണ് ഫിനാലി ആയിട്ട് എൻഡിൽ. ഇവിടെയാണ്, ഈ പാർക്കിലാണ് ഇത് പരേഡ് എൻഡ് ചെയ്യുന്നത്. പരേഡ് തുടങ്ങിയിട്ടില്ല. ഏകദേശം ഒരു 1.5 മൈലോളം ദൂരത്ത് യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത്. കൃത്യം 12 മണിക്ക് തന്നെ തുടങ്ങും പരേഡ്. പറഞ്ഞ പോലെ സമയത്ത് തുടങ്ങുന്ന ഒരു കാര്യമാണ്. ആൾക്കാരൊക്കെ ലൈനപ്പ് ചെയ്തു തുടങ്ങി. ഒരു മഴയുടെ ചെറിയ കാറ്റും കോളും ഒക്കെ ഉള്ള കാരണം ഒരു ഇച്ചിരി ആൾക്കാർ കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഇതുപോലെ നന്നായിട്ട് 2 സൈഡ് ഫുള്ളായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഇത്ര ഫുള്ളായിട്ടില്ല. പിന്നെ ഇത് പരേഡ് റൂട്ടിൻ്റെ എൻഡുമാണ്. പോലീസ് ശരിക്കും ഔട്ടിൽ തന്നെയുണ്ട്. സെക്യൂരിറ്റി ഒരു വലിയ കൺസേൺ ആണ്. ലേറ്റ്ലി അൺഫോർച്ചുനേറ്റ്ലി അമേരിക്കയിലെ കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സെക്യൂരിറ്റിയൊക്കെ വലിയ കൺസേൺ ആണ്. അപ്പം പോലീസുകാരിൽ AK-47 വരെയുണ്ട്. അവരെ ഞാൻ അടുത്ത് ഷൂട്ട് ചെയ്യുന്നില്ല. AK-47 വരെയുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു പോലീസ് ഓഫീസറായിട്ട് സംസാരിക്കുമായിരുന്നു. പുള്ളി പറഞ്ഞത് എൻ്റെ AK-47 എൻ്റെ വണ്ടിക്ക് അതിരിപ്പുണ്ടെന്ന്. ഇവിടെ ഓരോ പോലീസുകാർക്കും ഓരോ വണ്ടിയുണ്ട്. ഒരു വണ്ടിക്കകത്ത് ഒരു പോലീസുകാരെ കാണുകയുള്ളൂ. നമുക്ക് പരേഡിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഇനിയും പോകാം. Broad stripes and bright stars through the perilous fight, o'er the ramparts we watched were so gallantly streaming, and the rockets' red glare, the bombs bursting in air, gave proof through the night that our flag was still there. Oh, say does that star-spangled banner yet wave o'er the land of the free and the home of the brave? Thank you. പരേഡിൻ്റെ ആദ്യ ഭാഗങ്ങൾ കടന്നു വരികയാണ്. ഏറ്റവും ആദ്യം നിൽക്കുന്നത് ഫ്ലാഗ് ക്യാരി ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സുമാണ്. അതിൻ്റെ തൊട്ട് പുറകെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് നാഷണലി റെക്കഗ്നൈസ്ഡ് ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് അവരിപ്പോൾ ജസ്റ്റ് അനൗൺസ് ചെയ്തത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. ഇടയ്ക്ക് പോയി നിൽക്കുവാണെങ്കിൽ ഇത് പറയുന്നതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റിയില്ല. ആഘോഷമായിട്ടല്ലേ വരുന്നത്. ഒരു കാലത്ത് ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെയായിരുന്നു. ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടികൾ ഒരു കാലത്ത് ഇങ്ങനെയായിരുന്നു. ഇതിപ്പോൾ ഇതുപോലെ പരേഡിനൊക്കെ വേണ്ടി മാത്രം ഇറക്കുന്ന ഓരോ കമ്പനിക്കാർ സ്പോൺസർ ചെയ്യുന്ന വണ്ടികളാണ്. ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ പഴയ സാധനങ്ങൾ പരേഡിന് ഇറക്കുന്നതേ ഉള്ളൂ. ഇതെങ്ങനെയുണ്ട് ഈ വിൻറ്റേജ് കാറ്? ഇതും ഫയർ ട്രക്കാണ്. ഒരു കാലത്തെ ഫയർ ട്രക്കായിരുന്നു. ഈ ഫയർ ട്രക്കിലൊക്കെ വന്നിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ട് കാണും അല്ലേ? ഇതെന്തായാലും ദൈവം സഹായിച്ച് ഇപ്പോഴില്ല. ഇതിപ്പോഴും വിൻറ്റേജ് ആയിട്ട് മാറിയേക്കുവാണ്. എന്ത് രസം, പിള്ളേർക്ക് ക്യാൻഡി അതും ഇതെല്ലാം കൊടുത്ത് പിള്ളേരെ ഹാപ്പി ആക്കുന്നതാണ്. ഇതിന് തൊട്ടുപുറകെ വേറൊരു വിൻറ്റേജ് ട്രക്ക് വരുന്നുണ്ട്.
അതും ഒരു കാലത്തെ കുതിരയായിരുന്നു. ഇപ്പോൾ വെറും പരേഡിനൊക്കെ കൊണ്ടുപോകണ ഷെഡിൽ, ബാക്കിയുള്ള കാലങ്ങളിലെല്ലാം ഷെഡിൽ പാർക്ക് ചെയ്ത് പരേഡിന് മാത്രം ഇറക്കുന്ന സംഭവമായിട്ട് മാറിയത്. പക്ഷേ ഫോർഡിൻ്റെ വണ്ടിയാണ്. ആയ കാലത്ത് ഇവൻ രാജാവായിരുന്നു. 10, 20, 30, 40, 50 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും, സത്യമാണ് എനിക്കറിയില്ല. ഇപ്പോൾ ഇതുപോലെ ഉള്ള ഡിസ്പ്ലേകൾക്കും പരേഡിന് വേണ്ടി മാത്രം സേവ് ചെയ്ത് വെച്ചേക്കും. അന്വേഷിച്ച് പോയത് വണ്ടിയാണല്ലോ. ഇതെങ്ങനെയുണ്ട്? ഈ ഇത് വലിച്ചുകൊണ്ട് ഫയർ ഫൈറ്റിങ് പോകണ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ കുതിരവണ്ടിയുടെ ഭാഗമായിരിക്കും, കുതിരയില്ലാത്ത കാരനായിരിക്കും കുതിരക്കാരന് വലിച്ചുകൊണ്ട് പോകുന്നത്. കുതിരവണ്ടി ആയിരിക്കും ഇത്. 1800-കളിലൊക്കെ ഉള്ള ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്. ഐറിഷ് ബ്യൂഗേഴ്സ് ആണ്. ചേച്ചിയുടെ കണ്ടോ? എല്ലാ വർഷമുള്ള അമേരിക്കൻ സിവിൽ വാറിൻ്റെ സമയത്ത് യൂണിയൻ ആർമിയിലെ പട്ടാളക്കാരാണ് ഇവർ. യൂണിയൻ ആർമിയിലെ പട്ടാളക്കാരെ റീഎനാക്ട് ചെയ്തേക്കുന്നതാണ്. പരേഡിനൊക്കെ ഇത് സ്ഥിരം കാഴ്ചയാണ്. ഇവർക്കൊരു ചെറിയ ഷോ ഒക്കെ ഉണ്ട്, അത് കണ്ടോ? Ladies and gentlemen, 1st Michigan Engineers, thank you. പരേഡ് ഒത്തിരി പ്രൈവറ്റ് കമ്പനികൾ സ്പോൺസേഴ്സ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ വണ്ടികളും ഡിസ്പ്ലേകളുമായിട്ട് ഇവിടെ വരുന്നത്. ഇതിൻ്റെ പരസ്യമുണ്ട്. ഇനി വന്ന വണ്ടികളൊക്കെ ഈ സ്പോൺസർ ചെയ്ത കമ്പനികളുടെ വണ്ടികളൊക്കെ അവരുടെ പരസ്യമായിട്ട് വന്നത്. ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഗീവ് ബാക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത്. സ്പോൺസർഷിപ്പ് കൂടിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതുപോലെ ഇലക്ഷൻ സമയത്ത് ഒത്തിരി പൊളിറ്റീഷ്യൻസ്, അതായത് കാൻഡിഡേറ്റ്സ് ഒക്കെ ഇതിന് വരും. കാരണം ഇത്ര ഓഡിയൻസിന് ഒരുമിച്ച് കിട്ടുന്ന ഒരു സമയമല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ഓഡിയൻസ് കിട്ടുമ്പോൾ ഈ പൊളിറ്റീഷ്യൻ കാൻഡിഡേറ്റ്സ് ഒക്കെ വന്നിട്ട് ഈ പരേഡിനകത്ത് പങ്കെടുക്കും. അതിന് ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഒഫീഷ്യലായിട്ട് വന്ന് പങ്കെടുക്കാം. കാരണം അമേരിക്ക 2 പാർട്ടിയല്ലേ ഉള്ളൂ. 2 പാർട്ടിയുടെ ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ഇവിടെ വന്ന് പങ്കെടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ വർഷം ഇലക്ഷനൊന്നും ഇല്ലാത്ത കാരണം അധികം കാൻഡിഡേറ്റ്സ് ഒന്നും വരുന്നില്ല. എന്നുവെച്ചാൽ ഇലക്ഷനുണ്ട്, പക്ഷേ വലിയ ഗവർണറുടെ ഇലക്ഷനോ അല്ലെങ്കിൽ പ്രസിഡന്റ് ഇലക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഇലക്ഷനൊരു മൂപ്പ് വരുള്ളൂ. ഈ പ്രാവശ്യം അങ്ങനെ മൂപ്പില്ലാത്ത കാരണം കാൻഡിഡേറ്റ്സും കുറവാണ്. അല്ലെങ്കിൽ ഒത്തിരി പൊളിറ്റീഷ്യൻസും കാൻഡിഡേറ്റ്സും ഒക്കെ വരും. ടോയ് എന്ന വണ്ടിയുടെ പരസ്യം ചെയ്ത് അവരും ഈ പരേഡിൻ്റെ പാർട്ടിസിപ്പൻ്റാണ്, സ്പോൺസേഴ്സാണ്. അപ്പോൾ അവരുടെ ടോയ് എന്ന വണ്ടിയൊക്കെ ആയിട്ട് പരേഡിൽ പങ്കെടുക്കുന്നുണ്ട്, ഇറങ്ങിയേക്കുന്ന പരിപാടി ചെയ്ത്. പിള്ളേരൊക്കെ ചവറ് പോലെ സാധനം ഇറക്കി കൊടുക്കണ്ടോ? ഡിസ്പ്ലേ ഒക്കെ ഇഷ്ടം പോലെ ടീഷർട്ടും ബോളും ഇതൊക്കെ ആയിട്ട്.
ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് ഗ്രൂപ്പായത് ക്യാറ്റ് ബോഗനാനിൻ്റെ ഒരു കാൻഡിഡേറ്റാണ്. കാൻഡിഡേറ്റ് മിക്കവാറും എനിക്കറിയില്ല ആരാന്ന് ഇന്നത്തെ കാൻഡിഡേറ്റ് ആണെന്ന് കണ്ടിട്ടില്ല. പിള്ളേരെ പോലെ ഇരിക്കുന്നു. ഒരു പക്ഷേ കാരണം അതാണോ എനിക്കറിയില്ല. സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ക്യാറ്റ് ബോഗനായിട്ട് ഒരു കോൺഗ്രസ്സിലേക്ക് മത്സരിക്കുന്നതാണ്. ഇതൊക്കെ ചുമ്മാ ജസ്റ്റ് നെയിം റെക്കഗ്നേഷന് വേണ്ടി ഇറങ്ങിയേക്കുന്നതാണ്. ഈ പ്രാവശ്യം ജയിച്ചില്ലെങ്കിൽ പേര് പുറത്ത് കിടക്കട്ടെ. എങ്ങനെയാണ് പേര് ബിൽഡപ്പ് ചെയ്യണത്, പേര് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രക്ക് ഇതൊക്കെ. വണ്ടിയായിരുന്നു പാടണം ബാൻഡ്, ഹെൽമെറ്റ് കമ്മ്യൂണിറ്റി ബാൻഡ്. ഇതൊക്കെ ലോക്കലായിട്ടുള്ള ബാൻഡുകളാണ്. ഇതൊന്നുമല്ല ബാൻഡുകൾ, വലിയ ബാൻഡുകൾ ഇതിൻ്റെ പുറകെ വരാനിരിക്കുന്നേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞത് 150 മെമ്പേഴ്സുള്ള ബാൻഡുകളാണിത്. ഇപ്പോൾ പുതിയ ഒരു സജീവമായി ഇവിടെ നിറച്ച ആൾക്കാർ വന്ന് കുറച്ചും കൂടി ഒരു വാമായി. ഈ കാറുകൾ ഫോർഡിൻ്റെ മോഡൽ ടി കാറുകളാണ്. 1908 ഇത് അമേരിക്കയിൽ നിർമ്മിക്കാൻ തുടങ്ങിയത്. നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു വളരെ കാർ വ്യവസായ രംഗത്ത് വളരെ വിപ്ലവം സൃഷ്ടിച്ച ഒരു കാറാണ്. കാരണം മൂവിങ് അസംബ്ലി പ്ലാന്റുകളിൽ നിർമ്മിച്ച ആദ്യത്തെ കാർ എന്നുള്ള ഉണ്ട്. പിന്നെ 1909 ഈ കാർ ഇറങ്ങുമ്പോൾ $850 ഇതിൻ്റെ വില. പക്ഷേ 1924 ആയപ്പോഴത്തേനും ഇതിൻ്റെ വില കുറച്ചിട്ട് $260 വരെ ഇതിൻ്റെ വില കുറച്ചു. അങ്ങനെ സാധാരണക്കാരനായ അമേരിക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാറുകളായിരുന്നു ഈ മോഡൽ ടി കാറുകൾ. വളരെ സിമ്പിളായിട്ടുള്ള കൺസ്ട്രക്ഷൻ ആയിരുന്നു. 20 ഹോഴ്സ് പവറുള്ള എൻജിനാണ്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് 45 മൈലായിരുന്നു. കറുത്ത കാറുകളാണ് 1925 വരെ ഇവർ നിർമ്മിച്ച്. അതിനുശേഷമാണ് ഒരു കളർ ചേഞ്ച് വരുന്നത്. അതായത് 1913 തൊട്ട് 1925 വരെ ഈ കാറ് കറുപ്പ് നിറത്തി മാത്രമേ അവൈലബിൾ ആയിരുന്നു. ലൈബ്രറിയുടെ ഭാഗമായിട്ടുള്ള ബുക്കും മൊബൈലിൻ്റെ വാഹനമാണ് ഈ കാണുന്നത്. ലൈബ്രറി സ്കൂളിലേക്കും അതുപോലെ ലൈബ്രറിയിലേക്ക് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് വീട്ടിലേക്കും വരെ ബുക്കുകൾ എത്തിച്ചു കൊടുക്കുന്ന വാഹനമാണ് ഈ കാണുന്നത്. ബുക്ക് മൊബൈൽ എന്ന് പറയും.
Congratulations, Chicago. Welcome. And please extend that warm welcome. Short Center box office. All right, everyone get ready. I think it's Philippines. Premier supercar and high-end vehicles, hosting car shows across the state to raise money for charity.
Arena. Representative Han Wynn is a member of the Illinois House of Representatives and has represented the 13th District since January 11th, 2023. He's the first Vietnamese American to serve in the... Okay, you've probably heard about this club, we all have. But here's the Skokie Swifters, a running and walking club for everyone from beginners to experienced distance runners. Please help me welcome this world champion finalist here, the Crossman German Bugle Corps. Look how sharp they look.
give a warm welcome to the oldest great Summer Unicorn from Dubuque, Iowa. പരേഡ് കഴിഞ്ഞു. ഇനി വെടിക്കെട്ടുണ്ട്. വെടിക്കെട്ട് ഈവനിങ്ങിലാണ് സാധാരണ, സൂര്യാസ്തമനം കഴിഞ്ഞിട്ടാണ് വെടിക്കെട്ട്. വെടിക്കെട്ട് നടത്തുന്നത് സ്കോക്കിൽ തന്നെയുള്ള ഹൈസ്കൂളിൻ്റെ പാർക്കിംഗ് ലോട്ടി വെച്ചിട്ടാണ്. നമുക്കിനി വൈകുന്നേരം ഫയർ വർക്ക്സിന് കാണാം. അപ്പോൾ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫയർ വർക്ക്സ് കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഫയർ വർക്ക്സ് 9:30 രാത്രി 9:30 തുടങ്ങുള്ളൂ. കാരണം ഇരുട്ടായിട്ടേ തുടങ്ങാൻ പറ്റുള്ളൂ. നാട്ടിലെ പോലെയുള്ള അതിനേക്കാൾ ശബ്ദത്തേക്കാൾ ഉപരിയായിട്ട് കാഴ്ചകളാണ്, വർണ്ണങ്ങളാണ് ഇവിടുത്തെ ഫയർ വർക്ക്സിൽ കൂടുതൽ. അപ്പോൾ രാത്രിയായിട്ട് തുടങ്ങുള്ളൂ. ഇവിടെ സമ്മറായ കാരണം ലേറ്റായിട്ടേ ഇരുട്ടാകുള്ളൂ. രാത്രി 9:30 ആകുമ്പോഴത്തേനേ നന്നായിട്ട് ഇരുട്ടാകുള്ളൂ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പരേഡ് കഴിഞ്ഞ് വന്ന് കുറച്ച് സമയം ഇച്ചിരി ബാർബിക്യൂ ഒക്കെ ചെയ്തു. ജൂലൈ 4th ബാർബിക്യൂ എന്ന് പറഞ്ഞ ഒരു ട്രഡീഷനാണ്. അത് കുറച്ച് ചെയ്ത് ജസ്റ്റ് ഞങ്ങൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഫയർ വർക്ക്സ് കാണാൻ പോകാം. നമുക്ക് ഈ ഫയർ വർക്ക്സിൽ നിന്നുള്ള ദൃശ്യങ്ങളുമായിട്ട് വീഡിയോ തുടരാം. ഞാൻ പറഞ്ഞു കുറേ നാളായിട്ട് വീഡിയോ ഇട്ടില്ലായിരുന്നു. ഏകദേശം ഒരു വർഷത്തോളം ജപ്പാനിൽ പോയിട്ട് വന്നിട്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും ഇട്ടില്ല. കാരണം അത് കഴിഞ്ഞപ്പോൾ ജോലി അങ്ങോട്ട് ഒത്തിരി ഹെക്റ്റിക്കായിട്ട് മാറി. ഞാൻ റെസ്പിറ്ററി തെറാപ്പിസ്റ്റായിട്ടാണ് ജോലി ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത്. പക്ഷേ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വന്നു. നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന പിന്നെ ഒരു എനർജി ഇല്ല, ഒന്നിനും ഒരു എനർജി ഇല്ല. കാരണം ഞാൻ ഈവനിങ് ഷിഫ്റ്റാണ് കഴിഞ്ഞ 10-20 വർഷത്തോളം ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം നൈറ്റ് ഷിഫ്റ്റിലേക്ക് മാറിയത്. പെട്ടെന്ന് മാറി കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒത്തിരി ബുദ്ധിമുട്ടായിപ്പോയി. അത് കാരണം എഡിറ്റ് ചെയ്യാനൊക്കെ ഒത്തിരി സമയം എടുക്കും. വീഡിയോ എടുക്കുന്നേക്കാളും കൂടുതൽ സമയം എടുക്കും ഇതൊന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വീഡിയോ എടുക്കുന്നതിന് 4-5 ഇരട്ടി സമയം എടുക്കും, വീഡിയോ ചെയ്യുന്നവർക്ക് അറിയാതെ. അത് കാരണമാണ് പിന്നെ ആ വീഡിയോ ഇടാത്ത ഇൻട്രസ്റ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം അവധി കിട്ടി കഴിഞ്ഞാൽ അവരോട്ടും കിടന്ന് ഉറങ്ങാനോ പോലും നമുക്ക് പുറത്തേക്ക് പോകാനോ വീഡിയോ എടുക്കാനോ ഒന്നും തോന്നാത്ത ഒരു അനുഭവമായിരുന്നു. എന്നാലും ഷിഫ്റ്റൊക്കെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. കംപ്ലീറ്റ് മാറിയിട്ടില്ല, എന്നാലും വല്ലപ്പോഴൊക്കെ നൈറ്റ് ചെയ്യണം. എന്നാലും ഒത്തിരി വ്യത്യാസം വന്നു. അത് കാരണം വീണ്ടും വീഡിയോ ആയിട്ട് ഇറങ്ങുകയാണ്. ഒരു വ്യക്തി പറഞ്ഞാൽ അമേരിക്കയിലെ റെജിമോൻ്റെ 2.0 ആണ് ഈ സ്വാതന്ത്ര്യത്തോട് നമ്മൾ ചാനൽ തുടങ്ങുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം. എന്തൊക്കെ ഇനി ഫ്യൂച്ചറിലേക്ക് അമേരിക്കയിൽ എന്ത് വീഡിയോ നിങ്ങൾ കാണണം, ഏത് തരത്തിലുള്ള വീഡിയോ കാണണം എന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പറയണം. എൻ്റെ കഴിവിൻ്റെ അനുസരിച്ച് ഞാൻ ചെയ്യാം, കഴിവുന്ന സമയം അനുസരിച്ച് ഞാൻ ചെയ്യാം.
മറ്റൊരു വീഡിയോയിലൊക്കെ നമുക്ക് വീണ്ടും കാണാം. ഞാനിപ്പോൾ തന്നെ പറഞ്ഞ് നിർത്തുകയാണ്, കാരണം ഫയർ വർക്ക്സ് വരുമ്പോൾ പിന്നെ അതിൻ്റെ ആ ഫയർ വർക്ക്സിൻ്റെ വ്യൂസ് മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന കാര്യമില്ല. കാരണം അവിടെ എന്തെങ്കിലും സംഭാഷണമോ ഡയലോഗോ ഒന്നും കാണിയില്ല. അത് കാരണം ഞാനിവിടെ ഈ വീഡിയോ നിർത്തുമല്ല. പക്ഷേ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ വീണ്ടും കാണാം. നമുക്ക് ഫയർ വർക്ക്സിൻ്റെ ദൃശ്യങ്ങളുമായിട്ട് വീഡിയോ തുടരുകയാണ്. അപ്പം ശരി.